ഔപചാരികമായി തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. 2 പാട്ടുകൾ എന്നിവിടെ ഓഡിയോ ലോഞ്ചിലൂടെ തന്നെ നിങ്ങൾക്ക് മുൻപിലേക്ക് പ്രസന്റ് ചെയ്യപ്പെടുകയാണ്. നല്ലൊരു കൈയടിയോടെ പ്ലീസ്. ഔപചാരികമായി തന്നെ നമ്മളിവിടെ ലാബ് ലൈറ്റിൽ നടക്കുന്ന ഒരു സമയമാണ്. രവീന്ദ്ര നീ എവിടെയാ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്നു. ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കൈയടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിൽ സാക്ഷിയാവുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനസ്സുമാരോട് 1-2 കാര്യങ്ങൾ ഈ സിനിമയെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. സംസാരിക്കാനുള്ളൊരു വേദിയാണ് എന്നുള്ളത് കൊണ്ടാണ് അതിലേക്ക് ഞാൻ പോകുന്നത്. ഏകദേശം ഒരു 3 വർഷം മുമ്പ് ഒരു ഫാമിലി ഹ്യൂമറായിട്ടുള്ളൊരു സബ്ജക്റ്റ് ചെയ്യാമെന്ന് മനസ്സിൽ ആഗ്രഹം വരികയും കൃഷ്ണ ചേട്ടനോട് ഇങ്ങനെ ഒരു ആശയത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സിനിമ ഫസ്റ്റ് തുടങ്ങുന്നത്. നിങ്ങളെ പിടിച്ച് നിർത്തേണ്ടി വരും. അത് അനുപേട്ടനും കൂടി ഇതൊരു ഓഡിയോന്റെ ആദ്യത്തെ ഓഡിയോ ലോഞ്ചാന്ന് തോന്നുന്നത്. സത്യം. കാരണം ഇതിന് മുന്നേയുള്ള ഞാൻ അഭിനയിച്ച സിനിമയിലുള്ള പ്രൊഡ്യൂസറൊന്നും എന്നെ ഓഡിയോ ലോഞ്ചിലൊന്നും വിളിച്ചിട്ടില്ല. ഞാൻ അഭിനയിച്ച സിനിമ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറഞ്ഞ സിനിമയാണ്. എൻ്റെ പ്രൊഡ്യൂസർ ഇവിടെ ഇരിപ്പുണ്ട്. പുള്ളി നേരത്തെ പറഞ്ഞു എൻ്റെ ഡേറ്റ് വെച്ചിട്ടാണ് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന്. ഇതേ കാരണം പറഞ്ഞാണ് എൻ്റെ കഴിഞ്ഞ നമ്മുടെ ഇതേ പ്രസ് മീറ്റിനെ വിളിച്ചു വരുത്തിയത് അളിയൻ. കാരണം ഇതേ വേദിയിലിരുന്ന് അളിയൻ ഒരു പ്രശ്നത്തിന് തിരികൊടുത്തു. അതെങ്ങനെയെങ്കിലും ഒന്ന് ഇതാക്കി എടുക്കാനും ആ ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാനും വേണ്ടിയല്ല എന്നെ വിളിച്ചു വരുത്തിയത്. കറക്റ്റ്. എന്നിട്ട് അതിന്റെ സക്സസ് സെലിബ്രേഷൻ ഇപ്പം 20-ാം തീയതി നടക്കുന്നുണ്ട്. അത് എന്നെ വിളിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പൊ നാട്ടിലല്ലേ. അപ്പോ എന്തായാലും അനുപേട്ടന് തുടങ്ങാം. കാരണം അനുപേട്ടനുമായിട്ട് എൻ്റെ സിനിമയിലെ എൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്ന അനുപേട്ടനിൽ നിന്ന് തുടങ്ങണം. കാരണം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ, ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. മാമന്റെ കൂടെ 916 എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനുപേട്ടനാണ്. അന്ന് അനുപേട്ടൻ എനിക്ക് തോന്നുന്നു ഏറ്റവും തിരക്കുള്ള സമയം. കാരണം അനുപേട്ടൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ബിസിനസ് പ്ലസ് ഫുൾ ബിസിനസ് അനുപേട്ടൻ ചെയ്തു, മരട് ചെയ്തു. ഇതെല്ലാം തന്നെ സാമ്പത്തികമായി നഷ്ടമുണ്ടാക്കാത്ത സിനിമകളാണ്. ഇതും അങ്ങനെ തേങ്ങാപ്പുറത്ത് വീഴുന്ന പോലെ വീഴണേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഈ സ്റ്റേജിൽ ഉള്ളത്. ഒപ്പം ഈ സിനിമയെ വളരെ പെട്ടെന്ന്, വളരെ ഈസി ആയിട്ട് മീഡിയ തന്നെയാണ് വിത്തിൻ ഒരൊറ്റ ആഴ്ച കൊണ്ട് ഈ സിനിമയുടെ പേര് പോലും എനിക്ക് തോന്നുന്നു 2 ആഴ്ചയ്ക്ക് മുന്നെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. പക്ഷെ ഈ സിനിമ ഇത്രയധികം വൈറലാക്കാൻ, ഇത്രയധികം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഈ നിൽക്കുന്ന ക്യാമറ കണ്ണുകൾ ചെറുതായ ഒരു സഹായമല്ല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാധ്യമങ്ങളോട് അകമൊഴിഞ്ഞ നന്ദി. ആദ്യമായിട്ട് ഈ പേര് പെട്ടെന്നായിരുന്നു, ഈ രവീന്ദ്ര നീ എവിടെയാണ്. അപ്പോൾ ഷീലതുപോലെ തന്നെ ഈ ഒരു മെസ്സേജ് അയച്ചപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. കാരണം എൻ്റെ പേര് രവീന്ദ്രൻ എന്നാണ്. ഞാൻ മെസ്സേജ് അയച്ചത് എങ്ങനെയാണ്, ഞാനിവിടെ വീട്ടിലുണ്ടെന്ന്. അവിടെ ഇല്ല ചേട്ടാ, നമ്മുടെ പടത്തിൻ്റെ പേരിട്ടാണ് രവീന്ദ്ര ഞാൻ എന്തോന്ന് നിശ്ചയിക്കുന്നത് എന്നിട്ട് എനിക്ക് തന്നെ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഐ വാസ് വെരി ഹാപ്പി. ഇവിടെ പലർക്കും അറിയില്ല എൻ്റെ പേര് AK രവീന്ദ്രൻ എന്നുള്ളതാണെന്നുള്ളത്. ആൻഡ് ഐ എം വെരി ഹാപ്പി that ആ പേര് തന്നെ വിളിച്ചിട്ടുണ്ട്. എനിവേ ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ് ഈ ഒരു ടീമിൽ ഇവിടെ വർക്ക് ചെയ്യുന്നതും. നേരത്തെ അനുഭവം പറഞ്ഞ പോലെ ഇതൊരു പണ്ടറങ്ങിയ സാധനമാണ്. ഇത് എന്താണെന്നുള്ളത് നമുക്കും അറിയില്ല. എല്ലാ പടങ്ങളിലും ഉണ്ട്. 35 പടമൊക്കെയാണ് ഒരു വർഷത്തിൽ അഭിനയിക്കുന്നത്. എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 10-12 അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ബട്ട് ഹിസ് പ്രസൻസ് ഇസ് എ വെരി വെരി പോസിറ്റീവ്. ഞാൻ ഇവനെ കൊച്ചുനാൾ തൊട്ട് കാണുന്നതാണ്. വീട്ടിൽ വന്നിരുന്നിട്ട് കഞ്ഞി കുടിച്ചുകൊണ്ട് ടിവിയുടെ മുമ്പിൽ എഴുതിയിരുന്ന ഒരു ധ്യാനം എനിക്കറിയാം മദ്രാസിൽ. അത് കഴിഞ്ഞിട്ട് ഇന്നും ആ അങ്കിളുപടി മാറ്റാത്തൊരുത്തരാണ്. ബട്ട് ദെൻ വെൻ ഐ സീ സോഷ്യൽ മീഡിയയിലൊക്കെ ധ്യാൻ്റെ ഒരു പ്രസൻസ്
that makes a lot of laughter in your mind. നമുക്ക് പെട്ടെന്ന് അതിന് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. എനിവേ നീ ഇപ്പം നേരത്തെ അനുഭവം പറഞ്ഞത് എപ്പോൾ എന്നുള്ളതല്ല, യു വിൽ ഗെറ്റ് ദാറ്റ് സ്റ്റാർട്ട്. അതിനെല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയുന്ന പോലെ യു ഗോട്ട് എ ഗുഡ് ഹാർട്ട്, സോ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇറ്റ്. സോ വെയിറ്റ് ഫോർ ദാറ്റ്. ആ വെയിറ്റിംഗ് അതിനെനിക്ക് ഉറപ്പുണ്ട്. അതല്ലത് എന്നാലും നീ എന്നെ കൊണ്ടാക്കി, നീ ആ ഒരു ഇട്ടിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കറക്കിയത് നീയാണ്. ഒരു ഗ്രനേഡ് കൊണ്ടു നടക്കുന്ന, ഒരു കൊട്ടയിൽ കൊണ്ടു നടക്കുന്ന ഒരു കാശ്മീരി പെണ്ണും അതിന്റെ പുറകെ തോക്കെടുത്ത് നിൽക്കുന്ന ഈ രവീന്ദ്രനെ നീ പിക്ചറൈസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അത്ര ഏതായാലും നന്നായത്. ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് ഓൾ ദിസ്. മനോജ്, ഐ എം വെരി ഹാപ്പി. ഹാപ്പി ബർത്ത്ഡേ സാറേ. കാരണം ഇപ്പൊ ധ്യാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ധ്യാൻ 2 പ്രാവശ്യം സിനിമ കണ്ടു. സാധാരണ ധ്യാൻ ഇപ്പൊ എന്തായാലും ഈ പടത്തില് മനോജ് പാലോടാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളെ സജി സുരേന്ദ്രന്റെ അസോസിയേറ്റ് ആയിരുന്നു. ഒരുപാട് കാലം കൊണ്ട് അറിയാവുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഇതിനകത്തൊരു നല്ലൊരു വേഷം എനിക്ക് തന്നു. അനുവേട്ടൻ്റെ സുഹൃത്തായിട്ട് തന്നെ. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ധ്യാനായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഇല്ലായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം അവൻ അവിടെ നശിപ്പിച്ചവൻ, ഞാൻ അവനോട് കൂടിയിട്ടില്ല. ഇപ്പൊ ഇതിന്റെ ചെറിയൊരു ഫാമിലി ഇഷ്യൂസ് ഒക്കെ അവൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്താ അല്ല, ഞാൻ അത് പറഞ്ഞില്ലല്ലോ. അപ്പൊ കണ്ടിട്ടുള്ളവർ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എല്ലാവിധ ഭാവങ്ങളും രവീന്ദ്ര നീ എവിടെ എന്ന സിനിമ. കാരണം ഇപ്പോൾ ഹരിഹരൻ സാറ്, ശങ്കർമാനൻ സാറ് ഇതൊക്കെ പാടിയ സിനിമയാണ്. നല്ലൊരു മൂവി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അവർ ഇത്രയൊന്നും ഇങ്ങനെ ചെയ്യത്തില്ല. ഇഷ്ടപ്പെടുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയെ പറ്റി ഇതിൽ അഭിനയിച്ച എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് കേട്ടും കാണാം. സിനിമയെല്ലാം നല്ലതായിരിക്കട്ടെ. എല്ലാവരും കാണുക, വിജയിപ്പിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു സർ. ഞാനിപ്പോൾ ആക്ച്വലി എയറിൽ നിന്ന് ഇപ്പോൾ താഴെ വന്നേ ഉള്ളൂ. അപ്പം ഇനി അതിനെ പറ്റിയിട്ട് ഇനി സംസാരിച്ച് വീണ്ടും ഇനി ഒരു എയറിലേക്ക് പോകാൻ താല്പര്യമില്ല. കാരണം ഞാൻ 4 ദിവസമുള്ള സിനിമ ഇറങ്ങാൻ. അപ്പോൾ എനിക്ക് ഇവിടെ തന്നെ ഭൂമിയിൽ തന്നെ നിൽക്കണമെന്നാണ് താല്പര്യം. ഇതൊരു കൊച്ചു സിനിമയാണ്. ഞാൻ ഒരു അവകാശവാദങ്ങളും ഉന്നയിക്കുന്നില്ല. ഇതിന് മുൻപ് ഇറങ്ങിയ ഒരു സിനിമയെ പറ്റി ഞാൻ വാനോളം പുകഴ്ത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ആ സിനിമ അത്ര നന്നായി പോയില്ല. അപ്പം ഇതിനെപ്പറ്റി എനിക്ക് കമൻറ്റ് ചെയ്യാനൊന്നുമില്ല. ഒരു കൊച്ചു സിനിമ. അപ്പം നിങ്ങൾ കാണുന്നവർ, കാണാൻ തോന്നുന്നവർ കാണുക. അതിനപ്പുറത്തേക്ക് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനും ഇല്ല, ഒന്നുമില്ല. കാരണം സിനിമ എന്ന് പറയുന്ന പ്രേക്ഷകൻ്റെ കയ്യിലാണ്. അപ്പം ഞാൻ പറയുന്നതുകൊണ്ട് പോയിട്ട് ഒരു സിനിമ കാണണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ കാണുക. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ല എന്ന് പറയാം. പിന്നെ ഇവിടെ നമ്മുടെ ഈ ലോഞ്ചിന് വന്ന ഒരുപാട് അതിഥികളുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. സിയാദിക്കാം. പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഒരുപാട് പേരുണ്ട്. ഡയറക്ടർ അരുൺ ഗോപി പോയി, ബിബിനി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി. ബാക്കി നൗഷദ് ആലത്തൂർ മിക്ക എല്ലാവരും ഉണ്ട്, പേരെടുത്ത് പറയുന്നില്ല. പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും കുടുംബത്തിലുള്ളവർ തന്നെയാണ്. ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ നമ്മുടെ താരമാണ്. ധ്യാനില്ലാതെ ഞങ്ങൾക്ക് ഒരാഘോഷങ്ങളുമില്ല. ഞാൻ വീണ്ടും വിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈസി ആയിട്ട് സിനിമ പ്രൊമോട്ട് ചെയ്ത് കിട്ടും. സത്യത്തിൽ അതാണ്. എന്നുവെച്ചാൽ ഞാൻ സത്യം പറഞ്ഞ ഒരു ഓൺലൈൻ താരമാണ്. എനിക്ക് തോന്നുന്നു ബിഗ് സ്ക്രീനിലേക്കാൾ കൂടുതൽ ധ്യാനെ നിങ്ങൾ ബാക്കി പ്രേക്ഷകർ ഔട്ട്സൈഡ് ദ ബിഗ് സ്ക്രീൻ ഒരു താരമായിട്ട് തന്നെ ധ്യാൻ്റെ വായിൽ നിന്ന് വരുന്ന വർത്താനങ്ങൾ, ഹ്യൂമർ സെൻസുകൾ ആസ്വദിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതൊരു വലിയ കാര്യമാണ്. ഇപ്പം എല്ലാവർക്കും കിട്ടത്തില്ല അങ്ങനെ ഒരു ഭാഗ്യം.